അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബനു മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വെള്ളമെടുക്കുന്ന കിണറ്റിൻകരയിൽ വെച്ചുണ്ടായ പ്രശ്നം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. ആ രംഗത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജഹ്ജാഹ് അംറുൽ ഗിഫാരിയും സിനാൻ ബിൻ വബറും തമ്മിൽ അങ്ങോട്ടും കൊണ്ട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന തങ്ങളുടെ ആൾക്കാരും കൂടി പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം, ചെറിയൊരു വാക്കേറ്റം ഒക്കെ അവിടെ ഉണ്ടായി. അപ്പോൾ ഈ വിവരം ആരോ പെട്ടെന്ന് നബിയുടെ അടുക്കലെത്തിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി വന്നു. എന്നിട്ട് നബി പറഞ്ഞു, ചോദ്യം ചെയ്തവരെ, അബി ദഅവൽ ജാഹിലിയ, നിങ്ങൾ ജാഹിലിയത്താണോ വീണ്ടും ഇവിടെ ചെയ്യുന്നത്? ജാഹിലിയ വാദത്തിലേക്കാണോ നിങ്ങൾ മടങ്ങുന്നത്? വാന ബൈന അളുഹുരിക്കും, ഞാനാണെങ്കിലോ നിങ്ങളുടെ മുമ്പിലുണ്ട് താനും. ദഊഹ ഫഇന്നഹ മുൻതിന, ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്ക്, അതൊക്കെ മുൻതിന, അതൊക്കെ മലിനങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടതോടുകൂടെ എല്ലാവരും പിരിഞ്ഞുപോയി. ഈ സന്ദർഭത്തിൽ ഈ സംഭവത്തിനൊന്നും അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സാക്ഷിയായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത് ആ രംഗത്തുണ്ടായിരുന്ന അൻസാരികളിൽ ചിലർ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിൻ്റെ അടുത്തെത്തിച്ചു. അയാൾ ഓടി വന്നിട്ട് അങ്ങനെ ഉണ്ടായോ, ആരാണവർ, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പിന്നെ കണ്ടില്ലേ, ആരുമില്ലാതെ, സംരക്ഷിക്കാൻ ആളില്ലാതെ, തിന്നാനും കുടിക്കാനും പാർക്കാനും സ്ഥലമില്ലാതെ അവർ അലഞ്ഞു തിരിഞ്ഞ സമയത്ത് നമ്മൾ അവർക്ക് അഭയം നൽകി, ഭക്ഷണം നൽകി, നമ്മളവർക്ക് ഷെൽട്ടർ നൽകി, എല്ലാം നൽകി. അവർ സാമൂഹ്യമായി വലുതായി, സാമ്പത്തികമായി വലുതായി. എന്നിട്ട് അവർ നമ്മളെ തിന്നുകയാണോ? സെമ്മിൻ കൽബ കയക്കുലുഖ്, നിൻ്റെ പട്ടിയെ നന്നായി നീ ഊട്ട്, നാളെ ഒരു നാൾ ആ പട്ടി നിന്നെ തിന്നേക്കാം എന്ന അവസ്ഥയല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ടു. മാത്രമല്ല അവിടെ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ, അതായത് വലിയ ദേഷ്യത്തിലാണ്. ഈ വലിയ ദേഷ്യത്തിന് വിധേയനാകുമ്പോഴുള്ളൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല. എന്താണ് പറയുന്നത്, എന്തിനാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത്, ഇത് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാനുള്ള ഒരു ശേഷി, ഒരു കരുത്ത് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്ലാം ദേഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ആൾ വന്നിട്ട് പറഞ്ഞു, ഔസിനി യാ റസൂലുള്ളാഹ്, നബി എനിക്കൊരു ഉപദേശം തരണം. നബിയോടാണ് ചോദിക്കുന്നത്, ഒറ്റ ഉപദേശമാണ് ചോദിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഉപദേശം ആയിരിക്കണമല്ലോ നൽകേണ്ടത്. നബിയാ നൽകിയത് ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത് എന്നായിരുന്നു. നബി അത് ആവർത്തിച്ച് പറയുകയും ചെയ്തു എന്നാണ്. കോപം നിയന്ത്രിക്കാൻ വൽ കാളിമീനൽ ഗൈള്, ശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്ലാമിൻ്റെ ആദർശ ഭൂമികയും ഒരുപാട് ഉത്സാഹിക്കുന്നത് കൊണ്ടാണ്. കാരണം മനുഷ്യൻ തൻ്റെ നിലക്കും വിലക്കും പറ്റാത്തത്, തൻ്റെ സ്ഥാനത്തിനും മാനത്തിനും പറ്റാത്തതൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനും അന്ധമായ ദേഷ്യം അടിച്ചു കയറിയപ്പോൾ ഇങ്ങനെ ഉണ്ടായി. അയാൾ പറഞ്ഞു, ലഇർ റജഅനാ ഇലൽ മദീനത്തി, നമ്മൾ മദീനയിൽ മടങ്ങിയെത്തിയാൽ അവിടെയുള്ള പ്രതാപികളായ ആസായ നമ്മൾ മിൻഹൽ അദൽ, മദീനയിൽ നിന്ന് ഈ നിന്ദ്യന്മാരെ ആട്ടിയോടിക്കുക തന്നെ ചെയ്യും എന്നൊരു പ്രഖ്യാപനം നടത്തി. സത്യത്തിൽ ഈ പ്രഖ്യാപനം എല്ലാവരും കേൾക്കുന്ന ഒരു തരത്തിലൊന്നും അല്ല നടത്തിയത്. പക്ഷേ ഇത് അൻസാരികളുടെ മുമ്പിൽ വെച്ച് മാത്രം അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ പറഞ്ഞതായിരിക്കാനാണ് വഴി. പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടീനാരും അത്ര ശ്രദ്ധിക്കില്ലല്ലോ, ഗൗനിക്കില്ലല്ലോ. കുട്ടി അത് കേട്ടപ്പോൾ കുട്ടിക്കത് വലിയ വിഷമായി. സെയ്ദ് ബിൻ അർക്കം എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ആ കുട്ടിക്ക് വലിയ വിഷമായി. അപ്പോൾ ആ കുട്ടി പോയിട്ട് ആ കുട്ടിയുടെ പിതൃവ്യൻ ഈ സംഘത്തിലുണ്ടായിരുന്നു. പിതൃവ്യനോട് പറഞ്ഞു. പിതൃവ്യൻ പോയി നേരെ ചൊവ്വേ നബിയോട് പറഞ്ഞു. നബിയോടത് പറയുമ്പോൾ നബിയുടെ മുമ്പിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രധാനികളായ സഹാബിമാരുണ്ടായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, മുർ അബ്ബാദ് ബിൻ ബിശ്ർ ഫല്യഖ്തുല, അബ്ബാദ് ബിൻ ബിശ്റിനോട് അയാളെ കൊല്ലാൻ പറ. അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോയി കൊല്ലാം, നബിയെ ഞാൻ പോയി കൊല്ലട്ടെ എന്ന് ചോദിച്ച് കൊല്ലാം. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ജാഹിലിയത്തിൻ്റെ ആ ഒരു ക്രമങ്ങൾ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ ഒരർത്ഥത്തിൽ. അപ്പോൾ അതുകൊണ്ട് മക്കയിൽ നിന്ന് വന്ന ബനു ഉദൈ കുടുംബക്കാരനായ ഉമർ റളിയല്ലാഹു അൻഹു എങ്ങാനും വളരെ പ്രധാനിയായ ഖസ്റജിലെ വളരെ പ്രധാനിയായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ കൊന്നാൽ
അത് വലിയ പ്രതികാരങ്ങളിലേക്കും രക്തച്ചൊരിച്ചിലേക്കും ഒക്കെ എത്തിച്ചേരും. അപ്പോൾ അതുകൊണ്ട് അവരിൽപ്പെട്ട ഒരാളായ അബ്ബാദ് ബിൻ ബിഷറിനോട്, അദ്ദേഹം സഹാബിയാണ്, അദ്ദേഹത്തോട് നബിയെ കൊല്ലാൻ പറയും, ആ ചങ്ങാതിനെ പോയി കൊല്ലാൻ പറയുമെന്ന് പറഞ്ഞു. സത്യത്തിൽ നബിക്കത് പറയാമായിരുന്നു, അത് നടപ്പിലാവുകയും ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആരും അത് അങ്ങനെ ചോദ്യം ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഇസ്ലാമിക സമൂഹം ശക്തി പ്രാപിച്ചിരുന്നു എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നബി എന്താ പറഞ്ഞതെന്ന് അറിയാമോ? അതാണ് നബിൻ്റെ പൊളിറ്റിക്സ്. നബിയുടെ ഉമർ അരുത്, പാടില്ല, അങ്ങനെ ഉണ്ടായാൽ ജനങ്ങൾ പ്രചരിപ്പിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വന്തം ആൾക്കാരെ കൊല്ലാൻ തുടങ്ങിയിരിക്കുന്നു. നോക്കൂ, അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപവാദങ്ങളെ നമ്മൾ ഭയപ്പെടണം. ചില ആൾക്കാർ പറയും ഇല്ലാത്തതല്ലേ, എന്തുവാണെങ്കിലും പറഞ്ഞോട്ടെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപവാദങ്ങൾ പ്രചരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതേത് ജീവിതത്തിൻ്റെ മേഖലയിലാണെങ്കിലും ശരി. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്ന കാര്യമാണ്. മുഹമ്മദിൻ്റെ അനുയായികളെ കൊല്ലാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഹമ്മദിൻ്റെ ലക്ഷ്യം സത്യത്തിൽ സാമ്രാജ്യത്വമാണ് എന്നാണ്, അല്ലാതെ ആശയമല്ല. ഇപ്പോൾ ആശയമാണ് എന്നാണ് ഉള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും നബിക്ക് മനസ്സിലായി എന്ത്, ഈ ജഹ്ജാഹും സിനാനും തമ്മിൽ കാലിൽ ചവിട്ടിയുണ്ടാക്കിയ പ്രശ്നം അത് അവസാനിപ്പിച്ചുവെങ്കിലും അത് സത്യത്തിൽ അവസാനിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നബി എന്ത് ചെയ്താരോ, വളരെ സൈക്കോളജിക്കലായ ഒരു മൂവ്മെൻ്റ് അവിടെ നടത്തുന്നുണ്ട്. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നബി പറഞ്ഞു, ഇപ്പോൾ ആരും കൊല്ലൊന്നും വേണ്ട, ശരി എല്ലാവരും എഴുന്നേൽക്കൂ, പോകാം. സത്യത്തിൽ അവർ പുറപ്പെടേണ്ട സമയം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു വലിയതാണ്. കാരണം ഇനിയും നമ്മൾ പുറപ്പെടാതെ ഇവിടെ തന്നെ നിന്നാൽ ഈ ചർച്ച അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഒക്കെ എന്താകും, പരക്കും. അതുകൊണ്ട് അതുണ്ടാവാതിരിക്കാൻ നബി തൽക്കാലം ഇപ്പോൾ എല്ലാവരും പോകാൻ നോക്കുക, ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. നബി അങ്ങനെയാണ് ഫിത്നയെ താൽക്കാലികമായി ചവിട്ടിക്കിടത്തിയത്. ആ വിവരം മദീനയിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂലിൻ്റെ മകൻ, സാക്ഷാൽ മകൻ അബ്ദുള്ള വരെ അറിഞ്ഞു. അദ്ദേഹം നല്ല സഹാബിയായിരുന്നു. അദ്ദേഹം ഉപ്പങ്ങോട്ട് വരട്ടെ, വേറെ ആരും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്ന് വരെ പറഞ്ഞു. പക്ഷേ പലരും പറഞ്ഞു വേണ്ട, അതൊക്കെ തെറ്റായ കീഴ്വഴക്കങ്ങളാണ്. നബി അത്തരത്തിലുള്ള ഒരു ആക്ഷനിലേക്ക് പോയില്ലല്ലോ, അതുകൊണ്ട് നമ്മളും പോകേണ്ടതില്ല. ഇതായിരുന്നു ബനു മുസ്തലഖ് യാത്രയിലുണ്ടായ ഒരു സംഭവം. അപ്പോൾ അവിടെ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂല് ഇങ്ങനൊരു വർത്താനം പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് തന്നെ അബ്ദുല്ലാഹിയോട് ചോദിച്ചു, വിചാരണ ചെയ്തു, നിങ്ങളങ്ങനെ പറഞ്ഞോ? അബ്ദുള്ള എന്ത് പറഞ്ഞത്? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് മുനാഫിക്കുകളുടെ ഒരു സ്ഥിരം പതിവാണ്. ഇതായിരുന്നു ഒരു സംഭവം. പക്ഷേ ഇതിനേക്കാൾ വലിയ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിന് നേരെ ചളിവാരി എറിയുന്ന മറ്റൊരു വലിയ സംഭവം ഉണ്ടായി. അത് പറയാം, കാരണം അത് നമ്മൾ പറയണം, കേൾക്കണം, മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.